യൂണിക്കോൺ ഏജ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സിന് എക്സാം 27 ജനുവരിക്ക് നടക്കുകയുണ്ടായി. അതിൻ്റെ അനാലിസിസാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും എക്സാം വളരെ ഈസിയാണെന്ന് അറിഞ്ഞിരുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പരിധിയെങ്കിലും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അതിൽ സന്തോഷമുണ്ട്. കുറച്ച് പേർക്കെങ്കിലും അതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞാലും സന്തോഷം ഉണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സിൻ്റെ കുറച്ച് ആൾക്കാരുടെ കമൻസൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 60 റേഞ്ചിലൊക്കെ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ കട്ട് ഓഫ് എങ്ങനെയാണ് വരുന്നതെന്നാണ് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നേരത്തെ പ്രീവിയസ് എക്സാമിൻ്റെ കട്ട് ഓഫ് റേഞ്ചൊക്കെ എത്രയായിരുന്നു എന്നൊക്കെയാണ് ചോദിച്ചിരുന്നത്. അപ്പം നേരത്തെ സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സ് എന്ന് പറഞ്ഞിട്ടൊരു എക്സാം ബേസ് നടത്തിയിട്ടില്ല. സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആയിരുന്നു നടന്നത്. സോ ഇതിൻ്റെ കട്ട് ഓഫും അതിൻ്റെ കട്ട് ഓഫും നമുക്ക് താരതമ്യം ചെയ്ത് പറയാൻ പറ്റില്ല. സോ ഏകദേശം എങ്ങനെയാണോ എക്സാം അതിൻ്റെ ബേസിലായിരിക്കും കട്ട് ഓഫ് വരിക. ഇതിപ്പം ആൾക്കാരുടെ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ എണ്ണം ഏകദേശം 60-65 റേഞ്ചാണ്. എന്നാലും അത് എല്ലാം കറക്റ്റാണെന്നും അറ്റൻഡ് ചെയ്ത ആൾക്കാർ പറഞ്ഞിട്ടില്ല. എന്നാൽ ഏകദേശം ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ കട്ട് ഓഫ് ഒരു 45 to 55 റേഞ്ചിൽ വരാനാണ് സാധ്യത. സോ അതിനിടയിൽ മാർക്കുള്ള എല്ലാവർക്കും കുറച്ച് ഹോപ്പ് ഉണ്ടാവും. പിന്നെ ഓർക്കുക, വേക്കൻസി 16 മാത്രമേ ഉള്ളൂ. സോ അതും കൂടി നിങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രം പ്രതീക്ഷ വെക്കുക. ഇനിയും ഒരുപാട് എക്സാംസ് വരാനുണ്ട്. ഈ എക്സാമിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ വറി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇനിയും എക്സാം ഉണ്ട്. അതുപോലെ നമുക്ക് എക്സാം ഓറിയൻറ്റഡായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമ്മുടെ ആൻസറിലേക്ക് വരാം. ഞാൻ ഇന്ന് ക്വസ്റ്റ്യൻ കോഡ് എയുടെ ആൻസറാണ് ജസ്റ്റ് പറയാൻ പോകുന്നത്. എല്ലാ ആൻസറും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഏകദേശം കറക്റ്റ് ആൻസറായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കറക്റ്റ് ആൻസർ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കോഡിലെ ക്വസ്റ്റ്യൻ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ആൻസറിൻ്റെ ഓപ്ഷൻസിൻ്റെ ഓർഡർ കറക്റ്റായിരിക്കും. സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്കറിയാം, നമുക്ക് പൊസിഷൻ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെലോസിറ്റിയാണ് കാണാൻ പറഞ്ഞത്. വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടൈം ഡെറിവേറ്റീവ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആറിൻ്റെ ടേമിൽ ആർ എന്ന വെക്റ്റർ ഫോമിൽ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അതിൽ ഒമേഗ ടി എന്ന് പറഞ്ഞ ഫംഗ്ഷനും കൂടിയുണ്ട്. സോ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് ഒമേഗ കൂടി ആൻസറിൽ വരും. സോ ആൻസർ ബി ആണ് കറക്റ്റായിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5, വിച്ച് among the following is not a velocity dependent force? The answer is gravitational force. പിന്നെ ചോദിച്ചിട്ടുള്ളത് the Lagrangian of the system is given by എന്ന് പറഞ്ഞിട്ട് ഒരു ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം മൊമെൻറ്റത്തിൻ്റെ കോമ്പണൻസ് ഏതാണെന്നാണ്. മൊമെൻറ്റത്തിൻ്റെ കോമ്പണൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പി എക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ പി എക്സ് ഈസ് ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട്. എക്സ് ഡോട്ട് വെച്ച് എല്ലിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇതിൽ പി വൈയും കൂടി കൊടുത്തിട്ടുണ്ട്. പി വൈ കാണണമെങ്കിൽ ഡോ എൽ ബൈ ഡോ വൈ ഡോട്ട് ചെയ്താൽ മതി. ഏതാണോ കറക്റ്റായിട്ട് ആൻസർ വരുന്നത് അതായിരിക്കും ഓപ്ഷനിൽ വരുന്നതായിരിക്കും ആൻസർ. ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ. പി എക്സ് ഈക്വൽ ടു എം എക്സ് ഡോട്ട് പ്ലസ് എം ഇൻറ്റു എക്സ് ഡോട്ട് പ്ലസ് വൈ ഡോട്ട് കോസ് ആൽഫ. അടുത്ത ചോദ്യം 9ാമത്തെ, വിച്ച് among the following helps in converting the Lagrangian equation into Hamiltonian? ആൻസർ ലെജൻഡർ ട്രാൻസ്ഫോം. 10ാമത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹാമിൽട്ടോണിയൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ഡയറക്റ്റ് ചോദിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആൻസർ എച്ച് ഇസ് ഈക്വൽ ടു പി തീറ്റ സ്ക്വയർ ഡിവൈഡ് ബൈ 2ml സ്ക്വയർ മൈനസ് mgl കോസ് തീറ്റ. 11ാമത്തെ ക്വസ്റ്റ്യൻ ഹാമിൽട്ടോണിയൻ ഫേസ് ഫ്ലോ പ്രിസർവ്സ് വോളിയം എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾ ഏതാണ്? ഇറ്റ്സ് ലയബിളിസ് തിയറം. പിന്നെ ചോദിച്ചിട്ടുള്ളത് മെട്രിക്സ്. നമ്മൾ പറഞ്ഞിരുന്നു മെട്രിക്സ് സിലബസിൽ ഇല്ലായിരുന്നു, പക്ഷെ മെട്രിക്സിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. ഇതെല്ലാവരും അറ്റൻഡ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഐഗൺ വാല്യൂസ് ഓഫ് ദി മെട്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മെട്രിക്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഐഗൺ വാല്യൂസ് കാണുക. ഇത് സോൾവ് ചെയ്യാനൊന്നും നിൽക്കണ്ട. ട്രേസ് എത്രയാണെന്നും അതിൻ്റെ ഡിറ്റർമിനൻ്റ് എത്രയാണെന്നും നിങ്ങൾ നോക്കുക. ട്രേസ് 4 ആണ്, ഡിറ്റർമിനൻ്റ് -5 ആണ്. സോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത്
ഡിറ്റർമിനൻറ്റും ആഡ് ചെയ്യുന്ന സമയത്ത് ട്രേസും കിട്ടുന്ന ഓപ്ഷൻ, അതായത് ഓപ്ഷൻ സി -1 5, അതാണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് among the following is not the correct representation of the complex function? അതിൻ്റെ ആൻസർ sin h z is equal to e raised to z minus e raised to minus z divided by 2a എന്നാണ്. sin h cos h ഫംഗ്ഷനിൽ ഐയുടെ ഫംഗ്ഷൻ വരാറില്ല. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. പിന്നെയുള്ളത് ദ വാല്യൂ ഓഫ് 1 + i all raised to 8 ഈസ് ഗിവൺ ബൈ. അത് കണ്ടുപിടിക്കാൻ നമുക്ക് ശരിക്കും നമ്മൾ പഠിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഡി മോയിവേഴ്സ് മെത്തേഡാണ്. a+bi എന്ന് പറഞ്ഞിട്ട് r = cos θ + i sin θ എന്നൊക്കെ എഴുതിയിട്ട് നമ്മൾ ചെയ്യും. അങ്ങനെയും ചെയ്യാം. വളരെ സിമ്പിളായിട്ട് 1 + i ദ ഹോൾ സ്ക്വയർ എന്ന് ചെയ്തിട്ട് ക്യൂബ് ചെയ്തവരുണ്ട്, 3 തവണ എടുത്ത് സ്ക്വയർ ചെയ്തവരുണ്ട്. സ്ക്വയർ ചെയ്ത് കുറച്ച് ചെയ്തിട്ട് ആൻസർ 16 എന്ന് കണ്ടുപിടിച്ചവരുണ്ട്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അങ്ങനെ ചെയ്യാവുന്നതായിരുന്നു. അടുത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു റിക്കറൻസ് റിലേഷൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വളരെ സിമ്പിളായിട്ട് ചോദിച്ചതാണ്, ഏതിൻ്റെ റിക്കറൻസ് റിലേഷനാണ് നിങ്ങൾക്ക് ഈ ഓപ്ഷനിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതെന്നാണ് ചോദ്യം. ആൻസർ ബി ലെജൻഡർ പോളിനോമിയൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബെസൽ ഫംഗ്ഷൻ ഓഫ് ദി സെക്കൻഡ് കൈൻഡ് ഈസ് ഓൾസോ നോൺ ആസ്. ബെസൽ ഫംഗ്ഷൻ്റെ സെക്കൻഡ് കൈൻഡിനെ വിളിക്കുന്ന പേര് ന്യൂമാൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ വെബർ ഫംഗ്ഷൻ എന്നാണ്. ഫസ്റ്റ് കൈൻഡിനെയാണ് നമ്മൾ ഗാമ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നതെന്നാണ് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 4 coins are tossed simultaneously. What is the probability of that none of them are heads? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, none of them are heads. ഹെഡ് ഒന്നും ഹെഡ് അല്ലാതിരിക്കുന്നതിനുള്ള പ്രോബബിലിറ്റി ഏതാണ്? ഒന്നും ഹെഡ് അല്ലാതിരിക്കുന്നതിനുള്ള പ്രോബബിലിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു എല്ലാം ടെയിലായ പ്രോബബിലിറ്റി അല്ലേ? ഏകദേശം ഫേവറബിൾ ആയിട്ടുള്ള ചോയ്സസ് ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി 2 raised to 4, അതായത് 16 പോസിബിലിറ്റീസ് ഉണ്ട് നമ്മളൊരു 4 കോയിൻ സൈമിൾട്ടേനിയസ് ആയി ടോസ് ചെയ്യുന്ന സമയത്ത്. ഇവിടെ നമുക്ക് ഹെഡ് വരാൻ പാടില്ല. ഹെഡ് വരാതിരിക്കുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, 4ഉം ടെയിലാവുക. സോ നമ്മുടെ ആൻസർ 1/16, A 1/16 എന്നാണ് ആൻസർ വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് among the following material is used to make a light dependent resistor? ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ LDR അല്ലെങ്കിൽ ഫോട്ടോ റെസിസ്റ്റർ എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ എക്സാമ്പിൾ കാഡ്മിയം സൾഫൈഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെറ്റീരിയൽ ടു മേക്ക് IR LED? ഇൻഫ്രാറെഡ് LED ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഗാലിയം ആർസനൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് among the following material is the least preferred in making PN junction solar cell? ഇറ്റ്സ് ലെഡ് സൾഫൈഡ്. സിലബസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ബേസിക്കായിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ നോയ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ റാൻഡം മോഷൻ ഓഫ് ചാർജ് കാരിയേഴ്സ്. റാൻഡം മോഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് തെർമൽ മോഷനാണ്, തെർമൽ റാൻഡം മോഷനാണ്. അതായത് തെർമൽ നോയ്സാണ് ഉണ്ടാക്കുന്നത്. ആൻസർ ജോൺസൺസ് നോയ്സ് അല്ലെങ്കിൽ ജോൺസൺസ് ന്യൂക്വിസ്റ്റ് നോയ്സ് എന്നും അതിനെ വിളിക്കാറുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്ന മോഡുലേഷൻ്റെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൻസർ പൾസ് പൊസിഷൻ മോഡുലേഷൻ ആണ് എന്നാണ് കരുതുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്കൈ വേവ്സ് ആർ റിഫ്രാക്റ്റഡ് ബാക്ക് ടു ദ എർത്ത് ഫ്രം അയോണോസ്ഫിയർ എന്നാണ് ആൻസർ വന്നിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫ്രീ ഇലക്ട്രോൺ ഹാസ് എ കൈനറ്റിക് എനർജി ഓഫ് 100 ഇലക്ട്രോൺ വോൾട്ട്. ഇറ്റ്സ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് വിൽ ബി. ഇത് കാണാനൊന്നുമില്ല, നമുക്ക് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് അറിയാം. ലാംഡ ഈസ് ഈക്വൽ ടു h/p ആണ്. p യെ നമുക്ക് എനർജിയുടെ ടേമിൽ മാറ്റി എഴുതുമ്പോൾ √2mE എന്ന് വരും. ഇലക്ട്രോൺ വോൾട്ടിലുള്ള എനർജി ആയതുകൊണ്ട് നമുക്കതിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 1.6 × 10⁻⁻19 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ എമ്മിൻ്റെ വാല്യൂ, ഇലക്ട്രോണിൻ്റെ മാസിൻ്റെ വാല്യൂ 9.1 × 10⁻31. പിന്നെ എച്ചിൻ്റെ വാല്യൂ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് 6.6 × 10⁻34. അത് വെച്ച് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ 0.1226 നാനോമീറ്റർ എന്ന് കിട്ടും. നിങ്ങൾക്ക് 10ൻ്റെ പവറുള്ള ഭാഗങ്ങൾ അവിടെ മാറ്റി വെച്ച് ബാക്കിയുള്ള ഭാഗം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ പെട്ടെന്ന് കിട്ടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബ്രാ മെട്രിക്സ് ഓഫ് ദി കെറ്റ്. ഒരു കെറ്റ് മെട്രിക്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ബ്രാ മെട്രിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്.
ഒന്നുമില്ല, കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ട്രാൻസ്പോസ് -2a പകരം 2i വരും. 3+i എന്നുള്ളത് 3 - i എന്ന് വരും. -4 കോംപ്ലക്സ് ഫംഗ്ഷൻ അല്ലാത്തതുകൊണ്ട് -4 ആയിട്ട് തന്നെ വരും. സോ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. പിന്നെ ഐഗൺ വാല്യൂ ഓപ്പറേറ്ററിൻ്റെ ഒരു കണ്ടീഷനാണ് ചോദിച്ചത്. a5 = α5 തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സിൻ്റെ മെട്രിക്സ് ഒബേ ചെയ്യുന്ന ഇക്വേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇക്വേഷൻ ഡി, എ ഇൻവേഴ്സ് × 5 = α ഇൻവേഴ്സ് ഓർ 1/α5. 1/α ആയിരിക്കും അതിൻ്റെ ഐഗൺ വാല്യൂ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ ലാസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യനിൽ നമ്മൾ പോളി സ്പിൻ മെട്രിക്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ആൻസർ എല്ലാവരും മാർക്ക് ചെയ്തിട്ടുണ്ടാവും, അത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ. സോ നമ്മുടെ മെട്രിക്സ് തന്നിട്ടുണ്ട്, ഓഡ് വൺ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് പോളി സ്പിൻ മെട്രിക്സസ് അറിയാവുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ ഇക്വേഷൻ അറ്റൻഡ് ചെയ്തിട്ട് ഓപ്ഷൻ സി എന്ന് എഴുതായിരുന്നു. അല്ലെങ്കിലും നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ്റെയും ഡിറ്റർമിനൻറ്റ് നോക്കിയിരുന്നെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിറ്റർമിനൻ്റ് ഉള്ള ഒരു മെട്രിക്സ് നമുക്ക് കിട്ടുമായിരുന്നു. പോളി സ്പിൻ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് -1 ആണ്. അതുകൂടാതെ നമ്മൾ പൊട്ടൻഷ്യലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഇക്വേഷൻ പൊട്ടൻഷ്യലിൻ്റെ തന്നിട്ടുണ്ട്. ഏതൊക്കെ അല്ല എന്ന് നമുക്ക് ആ ഇക്വേഷൻ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഓപ്ഷനിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഗോഷ്യൻ പൊട്ടൻഷ്യലും ഹാർമോണിക് പൊട്ടൻഷ്യലൊക്കെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ആൻസർ ഏതാണെന്ന് നമുക്ക് എഴുതാൻ പറ്റുമായിരുന്നു. സോ ദ ആൻസർ ഈസ് ബി, യുക്കാവ പൊട്ടൻഷ്യൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഹാമിൽട്ടൺ സ്റ്റാൻഡ്സ് ഫോർ ദി സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓപ്ഷൻ എ, H = H×ω A dagger A +½ അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റേഡിയസ് ഓഫ് ദി സെക്കൻഡ് ബോർ ഓർബിറ്റ് ഓഫ് എ സിംഗ്ലി അയണൈസ്ഡ് ഹീലിയം ആറ്റം. നമ്മൾ എനർജിയുടെ ഡിപ്പെൻഡൻസ് പറഞ്ഞതിന് കൂട്ടത്തിൽ നമ്മൾ റേഡിയസിൻ്റെ ഒരു ടേമും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. nth ഓർബിറ്റിൻ്റെ റേഡിയസ് ആണെങ്കിൽ Rn = 0.53. അതായത് 0.53 എന്ന് പറയുമ്പോൾ R1 × n² എന്നുള്ള ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ n എന്ന് പറയുന്നത് 2 ആണ്. സോ 2² എന്ന് വരും. പിന്നെ ഹീലിയം ആറ്റമാണ്. ഹീലിയം ആറ്റത്തിൻ്റെ ആറ്റോമിക് നമ്പർ 2 ആണ്. സോ 0.53 × 4/2 എന്ന് വരും, അല്ലെങ്കിൽ 0.53 × 2 എന്ന് വരും. സോ ആൻസർ ഈസ് 1.06 ആംസ്ട്രോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഹീറ്റ് ഡസ് ഇറ്റ് പ്രൊഡ്യൂസ്? നമ്മളെന്ന് പറഞ്ഞിട്ട് ഹീറ്റിൻ്റെ അത് ഇക്വേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. പവർ തന്നിട്ടുണ്ട്. ഹീറ്റ് = പവർ × ടൈം എന്നാണ്. ടൈം മിനിറ്റിലാണ് തന്നിട്ടുള്ളത്. അതിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. 10 × 60, അപ്പോൾ 600 കിട്ടും. 600 × 1000 ആണ് പവർ തന്നിട്ടുള്ളത്. സോ 600 kJ എന്ന ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ മെഷർമെൻറ്റ് x ടേക്സ് ദ വാല്യൂ 1, 2, 3 and 4 വിത്ത് പ്രോബിലിറ്റി 1/4, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് x? എക്സ് മീൻസ് എക്സ്പെക്റ്റഡ് വാല്യൂ, അല്ലെങ്കിൽ മീൻ എന്ന് നമ്മൾ പറയുന്ന ആ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചത്. ജസ്റ്റ് എല്ലാം ആഡ് ചെയ്യുക, അതിൻ്റെ പ്രോബിലിറ്റി 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആൻസർ 5/2 എന്ന് കിട്ടും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എക്സസ് പ്രഷർ P inside a spherical liquid drop of radius r and surface tension gamma is given by? Answer is option C, P = 2 gamma / r. Next question, the Gibbs function of the thermodynamic system is called as the Gibbs function per particle is the chemical potential. Option D is the answer. Next, which among the following is not true about the atomic nuclei? The isotope of an element have the same A value but different N and Z values. അതാണ് റോങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, which among the following force carrying particles are exchanged in strong nuclear interaction? Strong nuclear interaction വരുന്നത് gluons ആണ്. ഓപ്ഷൻ B is the answer. Next one, which is the practical application of pair annihilation process in medical diagnostics? Option C, positron emission tomography ആണ് ആൻസർ. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ റിയാക്ഷൻ ദാറ്റ് ഡസ് നോട്ട് കൺസേർവ് സ്ട്രേഞ്ച്നെസ്. സ്ട്രേഞ്ച്നെസ് π-0 ആണ്, പ്രോട്ടോൺ 0 ആണ്, K0 1 ആണ്, ദെൻ
N0 ആണ്. സോ എല്ലാം വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് സിഗ്മ മൈനസ് ഈസ് -1. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പൈ മൈനസ് പ്ലസ് പി ഗിവൺ ബൈ K0 പ്ലസ് N. അതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്വാർക്ക് സ്ട്രക്ചർ ഓഫ് ഒമേഗ മൈനസ് പാർട്ടിക്കിൾ. ഒമേഗ മൈനസ് ആണ് ഒരേ ഒരു സ്ട്രേഞ്ച്നെസ് -3 ഉള്ള ഒരേ ഒരു പാർട്ടിക്കിളാണ്. സോ അതിൻ്റെ ആൻസർ DSSS എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് തെർമൽ ടു ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഫോർ എനി മെറ്റൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് വീഡ്മൻ ഫ്രാൻസ് ലോയിലാണ്. സോ ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ലാറ്റിസ് റെപ്രസെൻറ്റഡ് ബൈ ദ പ്രിമിറ്റീവ് വെക്ടേഴ്സ്. പ്രിമിറ്റീവ് വെക്ടേഴ്സ് A1 A2 A3 കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലാറ്റിസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. സോ ഇറ്റ്സ് ബോഡി സെൻറ്റർഡ് ക്യൂബിക്. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ പാക്കിംഗ് ഫ്രാക്ഷൻ ഓഫ് എ സിമ്പിൾ ക്യൂബിക് ലാറ്റിസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ആൻസർ എഴുതാൻ പറ്റിയിട്ടുണ്ടാവും. സോ ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ, 0.52. Then identify the crystal that has ionic bonding. It is sodium chloride, NaCl എന്ന് പറയും. Next question, the density state for the bulk 3-dimensional semiconductor crystal. It is G of E is proportional to E raised to 1/2. Option B is the answer. Next one, identify the type 1 superconductor among the following. It is option D, aluminum. Then coming to the next question, two spherical nuclei with radius R1 and R2 have mass numbers 216 and 27 respectively. Then R1 divided by R2 is given by. നമുക്ക് ആറിനെയും ആറ്റോമിക് മാസിനെയും റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ അറിയാം. R is equal to R0 raised to 1/3. ഇവിടെ R0 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ മാസ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ ക്യൂബ് എടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ ആൻസർ ഈസ് 2. ഏകദേശം 6/3 എന്നായി വരിക. സോ ആൻസർ ഈസ് 2. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഔട്ട്പുട്ട് ഓഫ് 3 ഇൻപുട്ട് NAND gate is low when. The answer is option D, all the input are high. High means 1 എന്നാണ് വരുന്നത്. നെക്സ്റ്റ് question, light traveling between 2 points in a medium takes a path for which the time of flight is always minimum. Option C is the answer. Next one, the wavelength of the photon that has an energy of 3.6 electron volt is എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് എനർജി തന്നിട്ടുണ്ട്. Hν ആണ് എനർജി. അതിനെ നമുക്ക് hc/λ എന്ന് എഴുതാം. സോ hc ഈസ് 1240. സോ 1240 3.6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് 345 എന്ന് ആൻസർ കിട്ടും. സോ ഓപ്ഷൻ ഡി 345 നാനോമീറ്റർ ഈസ് ദ ആൻസർ. നെക്സ്റ്റ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ക്രിസ്റ്റൽ സ്ട്രക്ചർ ഹാസ് റോങ് കോർഡിനേഷൻ നമ്പർ. റോങ് കോർഡിനേഷൻ നമ്പർ ഉള്ളത് FCCക്കാണ്. FCCയുടെ 6 അല്ല 12 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പ്ലെയിൻ ക്യൂബിക് ലാറ്റിസ് ഇൻ്റർസെപ്റ്റ്സ് ദ 3 ക്രിസ്റ്റലോഗ്രാഫിക് ആക്സസ്. മില്ലർ ഇൻഡിസസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. A/2 2A/3 എന്ന് തന്നിട്ടുണ്ട്. സോ അതിൽ നിന്ന് മില്ലർ ഇൻഡിസസ് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ആൻസർ 2, 4, 3. നെക്സ്റ്റ്, ദ രാമൻസ് കാറ്ററിങ്ങിനെ പറ്റിയിട്ടാണ്. ആൻറ്റി സ്റ്റോക്ക് ലൈൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഡിഫറൻസ് കാണുക. ഡിഫറൻസ് കണ്ടിട്ട് നമുക്ക് 6 എന്ന് കിട്ടും. 6 മൈനസ് ചെയ്താൽ മതി. സോ 5400 ആംസ്ട്രോങ് ആണ് ആൻസർ വരിക. സോ ഏകദേശം കുറച്ച് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഒഫീഷ്യൽ എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ നമ്മൾ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മളിത് കഴിഞ്ഞതിന് ശേഷം അടുത്ത വീഡിയോ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഫിംഗർ പ്രിൻറ്റ് സെർച്ചറിനെ പറ്റിയും അതുപോലെ തന്നെ സെറ്റ് എക്സാം ഫിസിക്കൽ സയൻസിലെ കുറച്ച് പ്രോബ്ലംസുമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പഠിക്കുന്നതിനേക്കാളും നിങ്ങൾ എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള കുറച്ച് പാറ്റേണും കൂടി അറിഞ്ഞിരിക്കണം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ട് പോയിട്ട്
അവിടുന്ന് എക്സാം നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അതുകൂടാതെ ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ ശ്രദ്ധിക്കും. കെമിസ്ട്രി കൂടി നിങ്ങൾ പഠിക്കണം. കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ടും കൂടി ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആ എക്സാം കുറച്ചുകൂടി സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അത് രണ്ട് പേർക്കും കൂടി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഉള്ളത്. BSc ഫിസിക്സ് ഓർ BSc കെമിസ്ട്രി എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ അത് രണ്ടും കൂടി പഠിക്കാൻ റെഡിയായിട്ട് നിൽക്കുക. ഈ എക്സാമിൽ നന്നായി പെർഫോം ചെയ്യാൻ പറ്റാത്തവർ വിഷമിക്കേണ്ട. ഒരുപാട് എക്സാംസ് ഇനിയും ഉണ്ട്, നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. നന്നായി പ്രിപ്പറേഷൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നമ്മൾ അടുത്ത സെറ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.